മറ്റൊരു ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡറെ കൂടി കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിലാണ് ഗാർഡിന്റെ രണ്ടാമത്തെ കമാൻഡറായ ബെഹ്നാം ഷഖ്രിയാരിയെ കൊലപ്പെടുത്തിയത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിതീവ്രമായി തുടരുകയാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഖുസ് ഫോഴ്സിന്റെ ആയുധ കൈമാറ്റ യൂണിറ്റിന്റെ കമാൻഡറാണ് ബെഹ്നാം ഷഖ്രിയാരി. ഇസ്രായേൽ പ്രതിരോധ സേനയാണ് ബെഹ്നാമിനെ വധിച്ചതായി ശനിയാഴ്ച പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തോടൊപ്പം മുതിർന്ന IRCG കമാൻഡറായ സയ്യിദ് ഇസാദിയും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായി IDF അറിയിച്ചു. ആരായിരുന്നു ബെഹ്നാം ഷഖ്രിയാരി? ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ആയുധങ്ങൾ വിതരണം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന മുതിർന്ന ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഇറാൻ ഭരണകൂടത്തിൽ നിന്ന് ആയുധങ്ങൾ മിഡിൽ ഈസ്റ്റിലെ അവരുടെ പ്രോക്സികളിലേക്ക് കൈമാറിയതിന് ചുക്കാൻ പിടിച്ചത് ഷഖ്രിയാരിയാണ്. എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ IDF പറഞ്ഞു. വിവിധ തീവ്രവാദ സംഘടനകൾക്ക് പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ കൈമാറാനും ഷഖ്രിയാരി ഉത്തരവിട്ടു. കൂടാതെ ഈ തീവ്രവാദ സംഘടനകൾക്ക് ധനസഹായം നൽകാനും ആയുധങ്ങൾ നൽകാനുമുള്ള വിപുലമായ ശ്രമത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. നിരവധി ഇസ്രായേൽ സിവിലിയന്മാരുടെയും സൈനികരുടെയും മരണത്തിനും പരിക്കിനും ഇത് കാരണമായി എന്നും IDF എക്സിൽ അറിയിച്ചു. ഇറാനെതിരെ കനത്ത ആക്രമണവുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ. ഇറാൻ-ഇസ്രായേൽ സംഘർഷം 9ാം ദിനത്തിൽ എത്തുമ്പോൾ ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ആക്രമണത്തിൽ പടിഞ്ഞാറൻ ഇറാനിലെ മിസൈൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഇറാന്റെ ഇസ്ഫഹാൻ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടാണ് ശനിയാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഇത് 2ാം തവണയാണ് ഇസ്ഫഹാൻ ആണവ കേന്ദ്രം ഇസ്രായേൽ വ്യോമസേന ആക്രമിക്കുന്നത്. ജൂൺ 13-നായിരുന്നു ഇറാനിലെ ആണവ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആദ്യ ആക്രമണം നടത്തിയത്. ഇറാന്റെ ആണവ പദ്ധതിയിൽ നിർണായക സ്ഥാനമാണ് ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിനുള്ളത്. യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യവും ആണവ ഇന്ധന നിർമ്മാണ പ്ലാന്റും ഇവിടെയുണ്ട്. അതിനിടെ തെക്കു പടിഞ്ഞാറൻ ഇറാനിൽ ശക്തമായ സ്ഫോടനം നടന്നതായി AFP റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ തെക്കൻ നഗരമായ ഷിറാസിലെ ഒരു സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയെന്നും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. വടക്ക് പടിഞ്ഞാറൻ ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 4 റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടുവെന്നും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ വിദേശ വിഭാഗമായ ഹുർസേനയിലെ ഒരു മുതിർന്ന കമാൻഡറെ സൈന്യം കൊലപ്പെടുത്തിയതായും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അവകാശപ്പെട്ടു. അതിനിടെ ഇസ്രായേൽ നഗരങ്ങളായ ഹൈഫയിലും ബീർഷബയിലും ഇറാനും മിസൈൽ ആക്രമണം നടത്തുകയാണ്.